ഇപ്പം നമ്മൾ നാട്ടിലൊരു നഴ്സിംഗ് ചെയ്യുന്നതും ജർമ്മനിയിലെ നഴ്സിംഗ് ഹോസ്പിറ്റലിംഗ് ചെയ്യുന്നതും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ആഫ്റ്റർ നിങ്ങൾക്ക് ജർമ്മനിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന സാലറി തന്നെയാണ്. കാര്യം നിങ്ങൾക്ക് അവിടെ 3,500 യൂറോ തൊട്ട് 4,000 യൂറോ വരെയാണ് ഒരു മാസം സാലറി കിട്ടുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാട്ടിൽ 1 ഇയർ കിട്ടുന്ന സാലറി അവിടെ വെറും 2 മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. പിന്നെ അവിടുത്തെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി അവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് തന്നെയാണ്. നിങ്ങൾ ഒരു ദിവസം ജോലിക്ക് പോകുമ്പോൾ എത്ര പേഷ്യൻറ്റിനെ അറ്റൻഡ് ചെയ്യണമെന്ന് നേരത്തെ തന്നെ ചാർട്ടേഡ് ആയിരിക്കും. അതിൽ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് അത് മാത്രമല്ല, ഒരു വീക്കിൽ 5 ദിവസം മാത്രം വർക്ക് ചെയ്താൽ മതി, ബാക്കി 2 ദിവസം നിങ്ങൾക്ക് ഓഫ് ആയിരിക്കും. ഇപ്പം നാട്ടിൽ നമ്മുടെ ഒരു ജോലിയുടെ ഒരു ടൈമിംഗ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ദിവസം 12 hours ഒക്കെ വർക്ക് ചെയ്യും. അതിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന നഴ്സസിനെ നമുക്കറിയാം. അവിടെ നിങ്ങൾക്ക് അത്രയും വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് മാത്രമല്ല, സാലറി അതിൻ്റെ ഇരട്ടി കിട്ടുകയും ചെയ്യും. നമ്മളിപ്പോൾ നഴ്സസിന് കിട്ടുന്ന സാലറിയുടെ കാര്യം പറഞ്ഞു. അതിന് അഡീഷണൽ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ബോണസോ കാര്യങ്ങളോ കിട്ടുന്നതായിട്ട് നമ്മൾ അറിയുന്നില്ല. എന്നാൽ ജർമ്മനിയിലാണെങ്കിൽ ഒരു നഴ്സിന് ഒരു വർഷത്തിൽ ക്രിസ്മസ് ബോണസ് അടക്കം കിട്ടാറുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്, നാട്ടിൽ മെറ്റേണിറ്റി ലീവിന് സാലറി കൊടുക്കാത്ത ഹോസ്പിറ്റൽസ് ഉണ്ട്. ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയിൽ ക്രിസ്മസ് ബോണസ് അടക്കമാണ് ഒരു നഴ്സിന് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ഡോക്ടേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ നടക്കുന്ന ഒരു ഹെൽപ്പറിനെ പോലെ അല്ല, അവിടെ നഴ്സിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. അവരുടെ കൊളീഗായിട്ടാണ് അവർ നഴ്സിനെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ജർമ്മനിയിലെ നഴ്സസിന് പോസിറ്റീവ് സൈഡ് മാത്രമാണോ ഉള്ളതെന്ന്. അല്ല, നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയാണ്. അവിടെ നമ്മളിപ്പോൾ നാട്ടിൽ B2 ലെവൽ കഴിഞ്ഞു പോയ സ്റ്റുഡൻസിനും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ പേഷ്യൻസായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ ലോക്കൽ സ്ലാങ് മനസ്സിലാവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ലാംഗ്വേജ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് അവിടെ നിങ്ങൾക്ക് സാലറിയുടെ കൂടെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ തന്നെ 35 to 40% ടാക്സ് പേ ചെയ്യണം. അത് അവിടുത്തെ റൂളാണ്. പക്ഷേ ഈ 2 കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്. അതിലൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അടയ്ക്കുന്ന ടാക്സിൻ്റെ 1% നിങ്ങൾക്ക് തന്നെയാണ് അത് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഹെൽത്ത് ആയിക്കോട്ടെ, ട്രാവൽ അലവൻസ് ആയിക്കോട്ടെ, അത് ടാക്സിൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഗുഡ് ഓവർസീസ് വഴി ജർമ്മൻ നഴ്സിംഗ് ഹോസ്പിറ്റലിംഗ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഞങ്ങൾ കൊടുക്കുന്ന ഒരു മെയിൻ ബെനിഫിറ്റാണ് മെഡിക്കൽ ജർമ്മൻ. മെഡിക്കൽ ജർമ്മൻ്റെ സ്റ്റുഡൻസിന് മെയിൻലി പഠിപ്പിക്കുന്നത് അവിടെ പോയതിനു ശേഷം ഒരു നഴ്സ് പേഷ്യൻറ്റുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യണം, അവരുടെ ലോക്കൽ സ്ലാങ്സ്, അങ്ങനെയുള്ള എല്ലാ ബേസ് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും C1 or C2 കംപ്ലീറ്റ് ചെയ്തൊരു ട്രെയിനറെ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ മെഡിക്കൽ ജർമ്മൻ കൊടുക്കുന്നത്. ഇപ്പോൾ കോപ്പറേറ്റ് ഓവർസീസ് വഴി നഴ്സിംഗ് ഹോസ്പിറ്റലിംഗ് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സിംഗിൽ തന്നെ ഒരു നല്ല കരിയർ സെറ്റിലായി ജർമ്മനിയിൽ സെറ്റിലാവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് കരിയർ നോക്കുന്നവർക്ക് ജർമ്മനിയിൽ ഒരു നഴ്സിംഗ് ഹോസ്പിറ്റലിംഗ് എടുത്ത് പോവുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ലൈഫ് സെറ്റിലാവും.